കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് ഏഷ്യാനെറ്റ് ഒരു പ്രൊമോ പുറത്തുവിട്ടിട്ടുണ്ട്. ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള സ്വകാര്യ സംഭാഷണമാണ് അതിൽ കാണുവാൻ സാധിക്കുന്നത്. ആ പ്രൊമോയുടെ ഒരു പ്രത്യേകത വളരെ ക്യൂരിയോസിറ്റി ജനിപ്പിക്കുന്ന ഒരു പ്രൊമോയാണ്. ഗബ്രിയും ജാസ്മിനും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. രണ്ടുപേരും വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആണ്. ഗബ്രി ജാസ്മിന്റെ പിറകിന് നടന്നു പോയിട്ട് ജാസ്മിൻ ഒരു മിനിറ്റ് നിൽക്ക് എന്ന് പറയുന്നുണ്ട്. തുടർന്ന് ഇരുവരും വലിയ രണ്ട് ഇരിപ്പിടങ്ങളിലാണ് ഇരിക്കുന്നത്. അവിടെ വെച്ച് ഗബ്രിയോട് ജാസ്മിൻ പറയുകയാണ്, എന്റെ തല വെട്ടിപ്പിളക്കുന്നുണ്ട്, ഞാനിനി എന്തു പറയും, എങ്ങനെ റിയാക്ട് ചെയ്യും എന്നതിനെക്കുറിച്ച് ഒരു ഐഡിയയും എനിക്കില്ല. അത് വളരെ രൂക്ഷമായ ഭാഷയിലാണ് ജാസ്മിൻ ഗബ്രിയോട് സംസാരിക്കുന്നത്. അപ്പോൾ ഗബ്രി ചോദിക്കുകയാണ്, നീ ചെയ്തതല്ലേ അത്? അതിന്റെ റിയാക്ഷനായിട്ട് എന്നിൽ നിന്നും വരാൻ പോകുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമായിരിക്കും. അത് കേട്ട ഉടൻ തന്നെ കയ്യിലിരുന്ന കുഷൻ എടുത്ത് എറിഞ്ഞുകൊണ്ട് ജാസ്മിൻ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. നീ എന്താന്ന് വെച്ചാൽ കാണിക്കട എന്ന് പറഞ്ഞുകൊണ്ട്. എന്തായാലും ഇന്നലെയും ഇന്നുമൊക്കെയായിട്ട് നടക്കുന്ന ലൈവ് അപ്ഡേറ്റുകളിൽ കൂടിയും എപ്പിസോഡുകളിൽ കൂടിയും ഒക്കെ നമുക്ക് ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. എന്താണ് ഇവരുടെ പ്രശ്നം, ഗബ്രിയുടെ നേച്ചർ എന്താണെന്നുള്ളതിനെ കുറിച്ച് ഒരു വ്യക്തത ഏകദേശം കൈവന്നിട്ടുണ്ട്. ഒന്നുകിൽ ഗബ്രിയുടെ ഹൃദയത്തിൽ തീവ്രമായ ഒരു പ്രണയമുണ്ട്. പ്രണയം എന്ന് പറയുമ്പോൾ ജാസ്മിനെ ഇടവും വലവും തിരിയാൻ അനുവദിക്കാത്ത തരത്തിലുള്ള ഒരു ഓവർ പൊസസീവ്നെസ് പോലും അയാളിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഗബ്രി ജാസ്മിനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ വരുന്നതിന് മുൻപ് പുറത്തു വെച്ച് തനിക്ക് 2 പ്രണയമുണ്ടായിരുന്നു, ആത്മഹത്യയുടെ വക്കിൽ നിന്നും തിരിച്ചു കയറി വന്നവനാണെന്നൊക്കെ. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ കൊണ്ട് ജീവനും കൊണ്ട് ആ പെൺപിള്ളേരൊക്കെ ഓടിപ്പോയതാകാനാണ് സാധ്യത എന്ന് ഇതൊക്കെ കാണുമ്പോൾ തോന്നിപ്പോവുകയാണ്. എന്തായാലും പുറം ലോകത്ത് ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് ചർച്ച ചെയ്യുന്നതെന്നുള്ളതിനെ കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള മെസ്സേജുകൾ അത്തയോട് സംസാരിച്ചപ്പോൾ കഴിഞ്ഞ ആഴ്ച ജാസ്മിന് ലഭിക്കുകയും കൂടി ചെയ്തു. എന്നാൽ പെട്ടെന്ന് ഇട്ടെറിഞ്ഞിട്ട് പോകാനും വയ്യ, ഒരുമിച്ച് മുൻപോട്ട് കൊണ്ടു നടക്കാനും കഴിയാത്ത ഒരന്തരീക്ഷത്തിലാണ്. അതുകൊണ്ട് തന്നെ ജാസ്മിൻ വളരെ ബുദ്ധിപരമായിട്ട് പതിയെ ഗബ്രിയിൽ നകന്നു മാറാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഒരു നീരാളിയെ പോലെ ആഴത്തിലിറങ്ങി ജാസ്മിനെ തന്നിലേക്ക് കൂടുതൽ പിടിച്ചടുപ്പിക്കുവാനുള്ള ഒരു ഗൂഢമായ ശ്രമം ഗബ്രി നടത്തുന്നത് ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടുത്തെ പ്രധാനമായൊരു വിഷയമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യം ഇതാണ്, അർജുനും ജാസ്മിനും തമ്മിൽ അടുക്കുന്നുണ്ടോ എന്നൊരു ചിന്ത. അർജുന് ജാസ്മിനോട് പ്രണയമുണ്ട് എന്ന ഒരു തെറ്റിദ്ധാരണ ഈ ഗബ്രിയുടെ ഹൃദയത്തിനകത്തേക്ക് വന്നിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് 1-2 ദിവസമായിട്ട് കുത്തും കോളും ഒക്കെ വെച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. മുന വെച്ചുള്ള വർത്തമാനങ്ങൾ തന്നെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ ഏറെക്കുറെ മടുത്തു കഴിഞ്ഞു. ജാസ്മിന് ഗബ്രിയെ ഇഷ്ടമാണ്, നല്ലൊരു ഫ്രണ്ട് എന്ന നിലയിൽ തന്നെയാണ് ജാസ്മിൻ എപ്പോഴും ഇടപഴകുന്നത്. അതിനപ്പുറത്ത് ജാസ്മിന് ഗബ്രിയോടൊരു പ്രണയമുണ്ട് എന്നുള്ള ഒരു തോന്നലുണ്ടായിട്ടില്ല. നല്ലൊരു സൗഹൃദമാണ്. എന്നാൽ ഗബ്രിക്ക് തിരിച്ചങ്ങനെയല്ല. ആഴത്തിൽ ജാസ്മിനെ അയാൾ ഹൃദയത്തിനകത്ത് കയറ്റി കുടിയിരുത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഇയാളുടെ ഭാവവും പ്രകടനങ്ങളും സംസാര രീതികളും ഒക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നൊരു കാര്യമാണ്, ഇനി അങ്ങനെ അല്ലാതിരിക്കാം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ജാസ്മിൻ എന്ന ബിഗ് ബോസിലെ ഏറ്റവും കരുത്തയായ ഒരു സ്ത്രീ കഥാപാത്രത്തെ ഇല്ലാതെയാക്കുവാൻ വേണ്ടിയുള്ള കുടില തന്ത്രവുമാകാം ഈ പ്രണയ നാടകത്തിൽ കൂടി ഓവർ പൊസിഷനൊക്കെ കാണിച്ചുകൊണ്ട് ആ പെൺകുട്ടിയുടെ കരിയർ തന്നെ നശിച്ചു പോകത്തക്കവണ്ണം, അല്ലെങ്കിൽ ബിഗ് ബോസിനകത്തു നീ ഒരു വിഷയത്തിൽ അവർ ഔട്ടായി പോകത്തക്കവണ്ണം ഒരു കളിയാണോ ഗബ്രി കളിക്കുന്നത് എന്നുള്ളതൊക്കെ വരുന്ന ദിവസങ്ങൾ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. എന്തായാലും ജാസ്മിൻ ഇപ്പോൾ മുൻപോട്ടും പുറകോട്ടും വയ്യാത്തൊരവസ്ഥയിൽ ബന്ധിക്കപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമാണ്. എൻ്റെ തല പൊട്ടിപ്പിളർന്നു പോകുന്നു എന്നൊക്കെ ജാസ്മിൻ പറയുമ്പോൾ വല്ലാതെ ഇയാൾ അവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കഠിനമായ ഭാഷയിൽ ജാസ്മിൻ സംസാരിക്കുമ്പോൾ അയാൾ ഭീഷണിപ്പെടുത്തുകയാണ്, ഇതിനുള്ള റിയാക്ഷൻ എൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത് അങ്ങേയറ്റം മോശമായിട്ടായിരിക്കും എന്നുള്ളത്. ആ സമയത്താണ് ജാസ്മിൻ പറയുന്നത്, നീ എന്താണെന്ന് വെച്ചാൽ കാണിക്കടാ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നത്. അതിൻ്റെ നിജസ്ഥിതി എന്തൊക്കെയാണ് എന്നുള്ളത് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാത്തിരുന്ന് കാണാം. അതിനുശേഷം കുറച്ച് കാര്യങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്നുണ്ട്. നമുക്കതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം.